പക്ഷെ ആ ബസ് യാത്രയുടെ എല്ലാ വശങ്ങളും നിങ്ങൾ എടുത്ത് കാണിച്ചിട്ടോ. എനിക്ക് ആദ്യം ഷിന്നിൽ കണ്ടക്ടറായിട്ട് വന്നില്ലേ, അത് നല്ല നാച്ചുറലായിരുന്നു. അതുപോലത്തെ കണ്ടക്ടറൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ദീപും മോശമായിട്ടല്ല ചെയ്യുന്നത് പറയണ, പക്ഷേ അത് വളരെ നാച്ചുറലായിട്ട് ആദ്യത്തെ സംഭവം ചെയ്തു. കുടിയനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. താങ്ക് യു സാർ. പിന്നെ ഈ ബസ് യാത്രയിൽ സംഭവിക്കുന്ന കുറേ സംഭവങ്ങൾ നിങ്ങൾ നന്നായിട്ട് തന്നെ കാണിച്ചു. എല്ലാവരും നന്നായിട്ട് തന്നെ ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ നിങ്ങൾ വീഴുന്നതും, അതുപോലെ തന്നെ ഡ്രൈവർ വളരെ ക്യാഷ്വലായിട്ടൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തു. എല്ലാവരും ഒന്നിനോടൊന്ന് നന്നായിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. പിന്നെ ക്ലൈമാക്സ് ആണ് സൂപ്പറായേക്കണം. അത് സുഖപ്രസവം, മഞ്ജുവിന് സുഖപ്രസവം. മഞ്ജുവിന് അടുത്ത പ്രസവം ബസ്സിലാക്കാൻ സാധ്യത ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം സിസേറിയനാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. ഒരുപാട് പൈസ ലാഭം. ഇനിയിപ്പോ കേരളത്തിലെ കുഴികൾ നികത്തണ്ട എന്ന് പറഞ്ഞ് ഇതുപോലത്തെ ഗർഭിണികളും ഇതുപോലത്തെ ഭർത്താക്കന്മാരും രംഗത്ത് വരുമോ എന്നൊരു സംശയം കൂടി എനിക്ക് ഈ സ്കിറ്റ് കണ്ടപ്പോൾ തോന്നി. പിന്നെ അരുൺ ഒരുപാട് വെറൈറ്റി സ്റ്റാറുകളൊക്കെ ചെയ്യുന്ന ആളാണ്. ഒരു 2 സംഭവം പുതുമയുള്ളത് പെട്ടെന്ന് കാണി. താങ്കൾ എന്തുകൊണ്ട് ട്രെയിനിന്റെ ചെയിൻ പിടിച്ച് വലിച്ചില്ല? തന്റെ അമ്മയോ പെങ്ങളോ ആയിരുന്നു റെയിൽവേ ട്രാക്കിലേക്ക് പറഞ്ഞു വരുന്നെങ്കിൽ താങ്കൾ ട്രെയിനിന്റെ ചെയിൻ പിടിച്ച് വലിക്കുമായിരുന്നോ? ഇത് മലയാളി പ്രേക്ഷകരോടുള്ള, മലയാളി സമൂഹത്തോടുള്ള ഒരു നിരുത്തരവാദിതരമായ പരിപാടിയല്ലേ താങ്കൾ കാണിച്ചത്? ഒരു പക്ഷേ താങ്കൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ താങ്കൾ ജനങ്ങളുടെ മനസ്സിൽ ഒരു ഹീറോയായേനെ. ഇപ്പോൾ താങ്കൾ ഒരു ആന്റി ക്യാരക്ടറാണ്. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഓക്കെ, സൂപ്പർ സൂപ്പർ. ഇനി എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ? സുപ്രിയ, പൃഥ്വിരാജ് ഇത്ര പെക്ക് കഴിക്കുമ്പോ സുപ്രിയ എത്ര പെക്ക് കഴിക്കും? സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഏക നടൻ പൃഥ്വിരാജ് ആണല്ലേ സുപ്രിയ. ഇനി എന്തെങ്കിലും വെറൈറ്റി ഉണ്ട്? നവ്യ നായർ. ഓക്കെ. ഒരു പാഴ്മുഖം, ഈ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ എന്റെ ഗുരുവായൂരപ്പ അവിടെ വന്നേ, എന്തൊരു പൊന്നു ഭഗവാനെ സ്വപ്നം കാണിച്ചത്. ഈ കണ്ണുനീര് കാണാനോ ആണോ എന്നെ ഇരുട്ടിലാക്കിയിട്ട് എന്റെ ദൈവം വിളിച്ചതൊന്നും ചിരിക്കണ്ട, എനിക്ക് കാണണ്ട അതിന്റെ മുഖം. ഇനി പുള്ളിക്കുന്ന് നമ്മുടെ രാജേഷ്, ഞാൻ ഒരു പ്രാവശ്യം രസികരാജ്യത്തന്നെ കണ്ടു. നമ്മുടെ ആസിഫ് അലിയുടെ ഫിഗർ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ട് അതെനിക്ക് പറയാൻ പറ്റിയില്ല, ഞാൻ കണ്ടാണ്. കൺഗ്രാജുലേഷൻ. ശബ്ദം എടുക്കാറുണ്ടോ? ശബ്ദം ചെയ്യുന്നുണ്ട്. ആസിഫ് അലിയുടെ സോൾട്ട് ആൻഡ് പെപ്പറിലെ സൗണ്ട് എവിടെ ഒന്ന് കേൾക്കട്ടെ. ആക്ച്വലി ഈ അഴകരാവണത്തെ ഫിലിമില്ലേ, അതില് വെട്ടിലാത്ത അതിലേക്കിട്ട സോങ്ങില്ലേ, അതില് കാവ്യമാധവൻ 3 കൊരകന്മാരുടെ പടം വരക്കില്ലേ, അതില് ഇങ്ങേറ്റത്തിരിക്കുന്ന കൊരകൻ ജാര അല്ല, ആ പയ്യൻ ജാര, അവളൊരു ഫ്രോഡാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്ത് കീപ് ഇറ്റ്. താങ്ക് യു സാർ. ശരിക്കും ഒരു ബസ് യാത്ര കഴിഞ്ഞതിൻ്റെ എഫക്റ്റാണുള്ളത്. നിങ്ങൾ അതിലകത്ത് തമാശയും നല്ലൊരു ക്ലൈമാക്സും മൈമിങ്ങും എല്ലാം ചേർത്ത് അതിമനോഹരമാക്കിയത്. ശരിക്കും വളരെ വൃത്തിയായിരുന്നു അത് കാണാൻ. ഒരു നമ്മുടെ ശരിക്കും സംഭവിക്കുന്ന ഒരു സംഭവം നമ്മുടെ മുമ്പിൽ കാണുന്ന പോലെ തന്നെ ഫീൽ ചെയ്തു. ഒരു ബസ്, ഇതെല്ലാം സാധാരണ ജനങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ്. അത് നിങ്ങൾ അവതരിപ്പിച്ച് വളരെ മനോഹരമായിരുന്നു. നിങ്ങളുടെ ടൈമിംഗ് ആയിരുന്നു സൂപ്പറായിരുന്നു. വിത്ത് നിങ്ങളുടെ ആ ശരീരത്തിന്റെ ചലനങ്ങൾ പോലും കറക്റ്റായിരുന്നു. ആ ബസ് നീങ്ങുമ്പോൾ ആ മൂവ്മെന്റ്, അതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്തത് വളരെ മനോഹരമായിരുന്നു. ആ എല്ലാവരും കൂടെ കുഴിയിലേക്ക് വീഴാൻ നേരത്തുള്ള ആക്ഷനും പിന്നെ ക്ലൈമാക്സ്, ഇത് പണ്ടേ നമ്മൾ പറയുന്ന ഒരു സംഭവമാണെങ്കിലും നിങ്ങൾ അത് നന്നായിട്ട് അവതരിപ്പിച്ച് കാണിച്ചു അല്ലേ. അതൊരു ഇങ്ങനെ പോയാൽ, പക്ഷെ ഇത് നമ്മുടെ ഈ സ്ഥലത്ത് ശരിക്കും സിസേറിയൻ ഓഫർ ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലേ. ശരിക്കും ഇനിയുള്ള കാലങ്ങളിൽ ഒരു പ്രസവ ബസ് ആയിക്കൂടെ എന്ന് വരെ ചിന്തിക്കാവുന്ന ഒരു സംഭവമാണ് ഇനി അല്ലേ ശരിക്കും. അല്ലെങ്കിൽ ഓട്ടോറിക്ഷ, അതുപോലെയൊക്കെ വാഹനങ്ങൾ, റോഡിന്റെ സ്ഥിതിഗതികൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ശരിക്കും ഈ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവത്തെ നിങ്ങൾ വളരെ ഹാസ്യാത്മകമായി അവതരിപ്പിച്ചു. നന്ദി. താങ്ക് യു സാർ. ഞാൻ ശരിക്കും നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. ഞാൻ ശരിക്കും അത് അനുഭവിക്കുകയായിരുന്നു ഇവിടെ ഇരുന്നിട്ട്. നിങ്ങൾ ഇപ്പൊ എന്ത് സംഭവിക്കും, ഇപ്പൊ വീഴോ, ഗട്ടറി വീണപ്പോഴൊക്കെ ഞാനും കൂടി അയ്യോ എന്ന് പറഞ്ഞു പോയി. കാരണം അത്രയ്ക്ക് നാച്ചുറൽ ആയിരുന്നു. ക്ലൈമാക്സ് അനുഭവിക്കാൻ ഞാൻ എന്തായാലും അല്ല, ശരിക്കും എനിക്ക് അവിടെ എന്ത് നടക്കുന്നു എന്ന് അറിയാനുള്ള ഭയങ്കരമായ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഞാൻ ആ ആകാംക്ഷയുടെ മുൾമുനയിൽ തന്നെയാണ് നിന്നത്. എല്ലാരും അമ്മമ്മ അല്ല ഒറിജിനൽ ആയിട്ട് സീറ്റ് കിട്ടാഞ്ഞിട്ടേ കേരളം പറഞ്ഞിട്ട് ആള് ബസ് സ്റ്റാൻഡിൽ തന്നെ കുത്തിയിരിക്കുക. അല്ല, വേറൊരു കാര്യമുണ്ട്. ഈ ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ബസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ, ഒരു പെണ്ണ് കയറി കഴിഞ്ഞാൽ ഒരൊറ്റ പെണ്ണുങ്ങളും സീറ്റിൽ നിന്ന് മാറിക്കൊടുക്കൂല. ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യം, അവിടെ മാറിക്കൊടുക്കുന്ന പുരുഷന്മാരായിരിക്കും.
അത് ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് അതെ, തോന്നിയിട്ടുണ്ട് ഇപ്പോൾ. സ്ത്രീകൾക്ക് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ, പുരുഷന്മാർക്ക് ഇഷ്ടം പോലെ സീറ്റുകളുണ്ട്. തന്നെയല്ല, പെണ്ണുങ്ങൾ വീട്ടിലെ ജോലി എല്ലാം ചെയ്ത് ക്ഷീണിച്ച് ഓടി പെടച്ചൊന്ന് വണ്ടിയിലോട്ട് വന്നിരിക്കുമ്പോ ഒന്ന് ഇരിക്കാനേ നോക്കുള്ളൂ. പുരുഷന്മാർ അങ്ങനെയല്ല, എന്നാലും ഒരു- രാവിലെ എഴുന്നേറ്റ് പാന്റ് ഷർട്ടും ഇട്ട് അങ്ങ് വന്നാൽ മതി. അപ്പൊ ചിലപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് കൊടുത്തില്ലെന്നൊക്കെ വരും. ലക്ഷ്മി പ്രിയക്ക് എന്തെങ്കിലും ബസ്സിന്റെ അനുഭവങ്ങൾ വല്ലതും ഉണ്ടോ? അതെ, എനിക്ക് ബസിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ നോണ്ടലും യാത്രയിൽ. പിച്ചലും, അതൊക്കെ പിന്നെ എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നതല്ലേ. സ്ത്രീകളെന്ന് പറഞ്ഞാൽ പൊതുനിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് പീഡിപ്പിക്കാനുള്ള ഒരു വർഗമാണ് ഞങ്ങൾ അതെന്നെ എന്ന നോക്കി പറയണ നിലയിലാണ് എന്തിനാണ്? പുരുഷന്മാരുടെ സ്ത്രീകളോടുള്ള പെരുമാറ്റം. അത് ബാബു ജോസിനെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞതാണ്. രശ്മിജി, ഞങ്ങളാരും ഇതിനകത്ത് പെട്ട ആളുകളല്ല കേട്ടോ. ഇപ്പൊ പറഞ്ഞതിൽ പെട്ട ആളുകൾ ഞങ്ങളൊരു മാന്യമാരാണ്. അല്ല, മാന്യന്മാരാണ് അടിവരയിട്ട് പറയുന്ന ആൾക്കാരെയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അതൊന്നും എനിക്ക് ആരെയും വിശ്വാസമില്ല. അല്ല, ഈ ഡ്രൈവറോ കണ്ടക്ടറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഡ്രൈവർമാരും കണ്ടക്ടർമാർക്കും അതിനുള്ള അവസരം ഇല്ലല്ലോ. കണ്ടക്ടർമാർക്കും ഉണ്ടാവും, ഡ്രൈവർമാരാണ്. കിളികളൊക്കെ പറന്നു. അല്ല, സ്വന്തം അനുഭവത്തിൽ തോണ്ടല് ക്ലീയുടെ ഭാഗത്ത് പക്ഷേ അങ്ങനെയൊന്നുമില്ല. കുട്ടികളായിരുന്നപ്പോഴാണ് കൂടുതലായിട്ട് ബസ് യാത്ര. ഇപ്പൊ ഒന്നും നമ്മൾ അങ്ങനെ ഇല്ല. ഈ പിള്ളേരെയൊക്കെ ഇവര് കേട്ടില്ലല്ലോ ബസ്സിലേക്ക്, വലിച്ചെടുത്ത് എറിയല്ലേ. പിന്നെ ഒരു വണ്ടിക്കും ഡോർ ഉണ്ടാവില്ല. അത് കാരണം എനിക്ക് ബസ്സിൽ കയറാൻ പേടിയാണ്. ഞാനൊരു സംഭവം എന്റെ കോളേജ് ലൈഫിലുണ്ടായത്, ഈ പെൺകുട്ടികൾ നിൽക്കുന്ന അല്ല, സ്ഥലത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. താങ്കളുടെ ചെറുപ്പകാലത്തൊക്കെ ഈ ബസ്സിലൊക്കെ വരുന്ന പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ ഞോണ്ടാനും പിച്ചാനും ഞങ്ങളാരും അങ്ങനെ ചെയ്യാറില്ല. ശ്രമിക്കുമായിരുന്നോ? ശ്രദ്ധിക്കാറില്ല. പക്ഷേ അഷ്റഫിക്ക് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞ, അന്നത്തെ ആ ഒരു അത് കാലഘട്ടത്തിൽ അന്ന് പണ്ട് തൊട്ടേ ഉള്ള സംഭവമായിരിക്കാം. കണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് എന്റെ കോളേജ് ലൈഫിലെ കാര്യം പറയുമ്പോൾ പറയാണ്, പെൺകുട്ടികളോട് ചേർന്ന് നിന്ന് യാത്ര ചെയ്യുന്ന ചില പൂവാലന്മാരുണ്ട്. അവർ പെൺകുട്ടികളുടെ നേരെ പുറകെ പോയി ചേർന്നങ്ങ് നിൽക്കും. അപ്പൊ ഭയങ്കര തിരക്കുള്ള സമയത്താണ് ഇതിനുള്ള അവസരം കിട്ടുക. അപ്പൊ കോളേജ് ബസ്സുകൾ പല സ്ഥലത്തും നിർത്തി വന്ന് ഈ പെൺകുട്ടിയുടെ മുമ്പിലുള്ള ആളുകൾ മുഴുവനും പോയി, ബാക്കിലുള്ള ആളുകളും മുഴുവനും പോയി. ഇവർ രണ്ടും മാത്രം ഇങ്ങനെ ചേർന്നിരിക്കുന്നത്. അങ്ങനെ ഒരു അനുഭവം ഞാൻ നേരിട്ട് കണ്ടു. ആണോ? സിനിമയിലാണോ? സിനിമയിലല്ലല്ലോ, ഞങ്ങൾ സീറ്റിലിരുന്ന് കാണുന്നത്. ഈ ഫ്രണ്ടിലുള്ളവർ കംപ്ലീറ്റ് പോയി കഴിഞ്ഞു, ബാക്കിലൊന്നും പോയി കഴിഞ്ഞു, ഇവര് മാത്രം ഇങ്ങനെ നിൽക്കുന്നു ചേർന്ന്. അപ്പൊ എന്തായാലും ഞങ്ങള് ഈ ബസ് യാത്ര നിങ്ങളോടൊപ്പം ഞങ്ങളും യാത്ര ചെയ്തു എന്ന് തന്നെ വിചാരിക്കാം.